ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്ക് തിയറിയിലെ മൊഡ്യൂൾ 2 ആണ്. സോ മൊഡ്യൂൾ 2 നമുക്ക് പഠിക്കുന്നത് കുറച്ച് നെറ്റ്വർക്ക് തിയറംസ് ആണ്. ഏതൊക്കെ നമുക്ക് നോക്കാം. തെവെനിൻസ് തിയറം, നോർട്ടൺസ് തിയറം, സൂപ്പർ പൊസിഷൻ തിയറം, റെസിപ്രോസിറ്റി തിയറം ആൻഡ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഇൻ 2 cases, DC and AC circuits having dependent sources. So first നമ്മൾ കാണാൻ പോകുന്നത് superposition principle. Definition നോക്കാം. In any linear resistive network, the voltage across or the current through any resistor or source may be calculated by adding algebraically all the individual voltages or currents caused by the separate independent sources acting alone with all other independent voltage sources replaced by short circuits and all other independent current sources replaced by open circuits. That is, നമ്മളൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുക. അതിലെ ഇൻഡിപെൻഡൻറ്റ് സോഴ്സുകളെ നമ്മൾ കില്ല് ചെയ്യുക. അതായത് ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ആ ബ്രാഞ്ച് ഷോർട്ട് സർക്യൂട്ട്, ഇൻഡിപെൻഡൻറ്റ് കറൻറ്റ് സോഴ്സ് ആണെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ടായിട്ട് റീപ്ലേസ് ചെയ്യുക. ഫസ്റ്റ് വൺ, ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് എടുത്തു, അതിലൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഒരു കറൻറ്റ് സോഴ്സ് ഉണ്ട്, രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് കേസ് വോൾട്ടേജ് സോഴ്സിനെ കില്ല് ചെയ്തിട്ട് കറൻറ്റ് സോഴ്സ് മാത്രം വെച്ചിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കുക, കറൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് കേസായിട്ട് ഈ കറൻറ്റ് സോഴ്സിനെ കില്ല് ചെയ്തിട്ട് വോൾട്ടേജ് സോഴ്സ് നിർത്തിക്കൊണ്ടുള്ള കറൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഈ രണ്ട് കറൻറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആ ബ്രാഞ്ചിലെ കറക്റ്റ് കറൻറ്റ്. ജസ്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലും. നമുക്ക് പ്രോബ്ലം നോക്കാം. For the circuit of figure 5.3a, use superposition to determine the unknown branch current Ix. അപ്പോൾ നമ്മുടെ ഈ അൺനോൺ ബ്രാഞ്ചിലെ ഇവിടുത്തെ കറൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ രണ്ട് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉണ്ട്, ഒരു കറൻറ്റ് സോഴ്സും ഒരു വോൾട്ടേജ് സോഴ്സും. അപ്പോൾ താഴത്തെ ഫിഗർ നോക്കുക, അത് ഫിഗർ ബി നോക്കുക. ഫിഗർ ബിയിൽ നമ്മൾ എന്ത് ചെയ്തു? കറൻറ്റ് സോഴ്സിനെ കില്ല് ചെയ്തു. കറൻറ്റ് സോഴ്സിനെ കില്ല് ചെയ്യുമ്പോൾ ആ ബ്രാഞ്ച് ഓപ്പൺ സർക്യൂട്ട് മാതിരി ആക്ട് ചെയ്യും. രണ്ടാമത്തെ കേസാണ് ഫിഗർ സി. അത് നമ്മൾ ചെയ്യുന്നത് വോൾട്ടേജ് സോഴ്സിനെ കില്ല് ചെയ്തു. വോൾട്ടേജ് സോഴ്സിനെ കില്ല് ചെയ്യുമ്പോൾ ആ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ആ ബ്രാഞ്ച് എന്നുള്ളത് ഷോർട്ട് സർക്യൂട്ട് ആവും. ശ്രദ്ധിക്കുക, ഓർമ്മ വയ്ക്കുക. അപ്പോൾ ഫിഗർ ബി എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് കേസ്, ഫിഗർ സി എന്നുള്ളത് നമ്മുടെ സെക്കൻഡ് കേസ്. അപ്പോൾ ഫസ്റ്റ് കേസിലെ ഇക്വേഷൻ എഴുതിയിട്ട് ഇൻഡിപെൻഡൻറ്റ് കറൻറ്റ് സോഴ്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ കറൻറ്റ് Ix എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ഈ ലൂപ്പിൽ ഒരു KVL അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്ത് വന്നു? 3 = Ix ഡാഷ് ആണ് ഫസ്റ്റ് കേസിലെ കറൻറ്റ് ഇൻറ്റു 6 + 9 റെസിസ്റ്റേഴ്സ് ആഡ് ചെയ്തു. അപ്പോൾ Ix ഡാഷ് = 3/15 = 0.2A. അതാണ് ഫസ്റ്റ് കേസിൽ ആ ബ്രാഞ്ചിൽ കൂടെ പോയ കറൻറ്റ്. ഇനി സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസ് നോക്കുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സസ് റീപ്ലേസ്ഡ് ബൈ ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ ഇത് കറൻറ്റ് Ix ഡബിൾ ഡാഷ്, അതാണ് സെക്കൻഡ് കേസ്, ത്രൂ 9 ohm റെസിസ്റ്റർ ഈസ്. അതെന്താണ് വരിക? 2 × 6/15. അതായത് കറൻറ്റ് ഡിവിഷൻ റൂൾ. ഈ 2 ആംപിയർ കറൻറ്റ് വന്നിട്ട് 9 ഓമിലൂടെയും 6 ഓമിലൂടെയും ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ഈ 9 ഓമിൽ കൂടെ പോകുന്നതാണ് നമ്മുടെ നീഡഡ് കറൻറ്റ്. സോ കറൻറ്റ് ഡിവിഷൻ റൂൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.8 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ കറൻറ്റ് Ix എന്ന് പറയുന്നത് Ix ഡാഷ് പ്ലസ് Ix ഡബിൾ ഡാഷ് = 0.2 + 0.8 = 1 ആംപിയർ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിലെ ഒരു സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. അതായത് ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് കൂടി വരണ മാതിരി. ഇത് ഫുൾ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസിലാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുക. ഇനി ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വന്നാൽ ഇത് ചെയ്യണം, നമുക്ക് നോക്കാം. ഡിപ്പെൻഡൻറ്റ് സോഴ്സസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കില്ല് ചെയ്യാൻ പാടില്ല. അതായത് വോൾട്ടേജിനെ ഷോർട്ട് ചെയ്യാനോ കറൻറ്റിനെ ഓപ്പൺ ചെയ്യാനോ പറ്റില്ല. In circuit figure 5.6a, use the superposition principle to determine the value of Ix. Ix എന്ന് പറയുന്നത് ഫിഗർ എയിലെ 2 ഓമിൽ കൂടെ പോകുന്ന കറണ്ടാണ്. സോ നമുക്കിതിൽ രണ്ട് ഇൻഡിപെൻഡൻറ്റ് സോഴ്സസും ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സും ഉണ്ട്. 10 വോൾട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സും, പിന്നെ 3 ആംപിയറിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് കറൻറ്റ് സോഴ്സ്, പിന്നെ 2Ix എന്ന് പറയുന്ന ഒരു ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സിനെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സസിനെ നമുക്ക് കില്ല് ചെയ്യാം. അപ്പോൾ ഫിഗർ ബി നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് കറൻറ്റ് സോഴ്സിനെ കില്ല് ചെയ്തു. ആ സർക്യൂട്ടാണ് ഫിഗർ ബി. അതുപോലെ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സിനെ കില്ല് ചെയ്തു, അതാണ് ഫിഗർ സി. ഇനി ഫസ്റ്റ് ഫിഗറിൽ 2 ഓമിൽ കൂടെ പോണ കറണ്ടാണ് Ix ഡാഷ്. അതുപോലെ സെക്കൻഡ് ഫിഗറിൽ 2 ഓമിൽ കൂടെ പോണ കറണ്ടാണ് Ix ഡബിൾ ഡാഷ്. സോ Ix ആ കറണ്ട് എന്ന് പറയുന്നത് Ix ഡാഷ് പ്ലസ് Ix ഡബിൾ ഡാഷ് ആയിരിക്കും. അപ്പോൾ ഫിഗർ ബി കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഓപ്പൺ ദ 3 സർക്യൂട്ട് ആസ് ഇൻ ഫിഗർ ബി. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫിഗർ ബിയിൽ, അതായത് ഇവിടെ ഒരു മെഷ് അനാലിസിസ് കൊടുത്തു. അപ്പോൾ എന്തൊരു ഇക്വേഷൻ? 10 -
ടു ഐ എക്സ് ഡാഷ്, കാരണം മെഷിൽ കൂടെ പോണ കറണ്ട് ഐ എക്സ് ഡാഷ് മൈനസ് ഐ എക്സ് ഡാഷ് മൈനസ് 2 ഇൻറ്റു ഐ എക്സ് ഡാഷ് ഈക്വൽ ടു 0. ദെർഫോർ ഐ എക്സ് ഡാഷ് ഈക്വൽ ടു 10/5 ഈക്വൽ ടു 2 ആംപിയർ നമുക്ക് കിട്ടി. നൗ ഷോർട്ട് ദ വോൾട്ടേജ് സോഴ്സ്, അതായത് ഫിഗർ സി നോക്കുക. അപ്ലൈ നോഡൽ അനാലിസിസ്. നമ്മൾ ഈ നോഡാണ് കൺസിഡർ ചെയ്യണത്. അപ്പോൾ ഇങ്ങനൊരു കറണ്ട്, ഇങ്ങനൊരു കറണ്ട്, ഇങ്ങനൊരു കറണ്ട്. അപ്പോൾ ആദ്യത്തെ കറണ്ട് നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് വി ഡബിൾ ഡാഷ് എന്നെടുത്തു. ഇവിടുത്തെ വോൾട്ടേജ് 2ix ആണല്ലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരിക താഴത്തെ നമ്മുടെ റെഫറൻസ് നോഡാണ്. വോൾട്ടേജ് ഈക്വൽ ടു 0 ആണ്. സോ ഇക്വേഷൻ കൊടുക്കുമ്പോൾ വി ഡബിൾ ഡാഷ് മൈനസ് 0/2 എന്ന് വരും. അത് നമുക്ക് വി ഡബിൾ ഡാഷ് ബൈ 2 എന്ന് എഴുതാം. പ്ലസ് വി ഡബിൾ ഡാഷ് മൈനസ് 2ix ഡബിൾ ഡാഷാണ് ഇവിടുത്തെ വോൾട്ടേജ് വരിക. അത് ആ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് തന്നെ ബൈ 1 റെസിസ്റ്റർ, പിന്നെ -3 ഈക്വൽ ടു 0. നമുക്കറിയാം വി ഡബിൾ ഡാഷ് ഈക്വൽ ടു 2 ഇൻറ്റു മൈനസ് ഓഫ് ഐ ഓഫ് എക്സ് ഡബിൾ ഡാഷ് ആണ് അല്ലേ. അതായത് വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ് വാല്യൂ വി ഗെറ്റ് ഐ എക്സ് ഡബിൾ ഡാഷ് ഈക്വൽ ടു -0.6 ആംപിയർ എന്ന് കിട്ടി. അപ്പോൾ ഐ എക്സ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഐ എക്സ് ഡാഷിൻ്റെയും ഐ എക്സ് ഡബിൾ ഡാഷിൻ്റെയും സമ്മാണ്. സോ ഐ എക്സ് ഡാഷ് പ്ലസ് ഐ എക്സ് ഡബിൾ ഡാഷ് ദാറ്റ് ഈസ് 2 ആംപിയർ മൈനസ് 0.6 ആംപിയർ. മൈനസ് ചെയ്യാൻ കാരണം രണ്ടിൻ്റെയും ഡയറക്ഷൻ ഡിഫറെൻ്റ് ആയ കാരണമാണ്. ഈക്വൽ ടു 1.4 ആംപിയർ. ഈ ആറിനും ഈ ആർ ടി എച്ചും ഈക്വൽ ആയിരിക്കും. Okay, turn off or zero out every independent source in network to form an inactive network while finding the equivalent resistance Rn or Rth. Leave dependent source unchanged. സോ നമ്മൾ ഈ Rn അല്ലെങ്കിൽ Rth കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ നമ്മളെല്ലാ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സോഴ്സുകളുടെയും കില്ല് ചെയ്യുക, എന്നിട്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. സോ ഫസ്റ്റത്തെ പ്രോബ്ലം നോക്കുക. അപ്പോൾ നമുക്ക് റോഡ് റെസിസ്റ്റൻസ് മാത്രം ആയിട്ട് കിട്ടണം. സോ നെറ്റ്വർക്ക് എ എന്നുള്ളത് മൊത്തം കൂടി നമ്മൾ ഒറ്റൊരു വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്റൻസും ഒക്കെ മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്തത് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ നടത്തി. അപ്പോൾ എന്തുണ്ടായി, ഈ വോൾട്ടേജ് സോഴ്സ് കറണ്ട് സോഴ്സായി. അപ്പോൾ പാരലൽ സീരീസായിട്ട് കണക്ട് ചെയ്തിരുന്ന റെസിസ്റ്റൻസ് പാരലലായി മാറി. വോൾട്ടേജ് കറണ്ട് എങ്ങനെയാക്കുക, വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. സോ ഐ ഈക്വൽ ടു വി ബൈ ആർ. 12/3 ചെയ്തപ്പോഴാണ് ഈ 4 കിട്ടിയത്. പിന്നെ എന്ത് ചെയ്തു, ഈ 3യും 6ഉം പാരൽ ആയിട്ടുള്ള റെസിസ്റ്റേഴ്സാണ്. അത് ഒറ്റ റെസിസ്റ്ററായി 1/3 പ്ലസ് 1/6 ഹോൾ ഇൻവേഴ്സ് അത് ഈക്വൽ ടു 2 ആണ്. സോ ഇപ്പോൾ എങ്ങനെ വന്ന് നോക്കുക, ഒരു 4 ആംപിയറിൻ്റെ കറണ്ട് സോഴ്സും 2 ആംപിയറിൻ്റെ ഒരു റെസിസ്റ്ററും. ഇതിന് വീണ്ടും സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ നടത്തി. അപ്പോൾ ഇവിടെ 8 വോൾട്ടും ഇവിടെ 2 ഓം റെസിസ്റ്റർ സീരീസായിട്ട് കണക്റ്റായി. ഇപ്പോൾ 2 ഓമും 7 ഓമും സീരീസാണ്. കമ്പൈൻഡ് ടു ഫോം 9 ഓം. സോ നമുക്ക് എങ്ങനെ കിട്ടി, 8 വോൾട്ടിൻ്റെ കറണ്ട് വോൾട്ടേജ് സോഴ്സും 9 ഓമിൻ്റെ സീരീസായിട്ട് കണക്ട് ചെയ്തു. അതുപോലെ അതാണ് നമ്മുടെ നോർട്ടൺ സർക്യൂട്ട് കിട്ടി. ഇനി വീണ്ടും ഇതിന് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തപ്പോൾ എന്ത് കിട്ടി, നമ്മുടെ നോർട്ടൺ സർക്യൂട്ടും കിട്ടി, നോർട്ടൺ ഇക്വേഷൻ കിട്ടി. സോ ആർ ഈക്വൽ ടു 9 ഓം, IN ഈക്വൽ ടു 8/9 ആംപിയർ, VTH ഈക്വൽ ടു 8 വോൾട്ട്. സോ നമ്മൾ സെക്കൻഡ് കേസ് കാണാൻ പോവാണ്. ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് വരികയാണെന്നുണ്ടെങ്കിൽ. സോ ഫുൾ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, VOC കാണും. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ RTH അതായത് ഇൻഡിപെൻഡൻറ്റ് സോഴ്സിനൊക്കെ കില്ല് ചെയ്തിട്ടുള്ള RTH കാണും. അങ്ങനെ V/R ചെയ്തിട്ട് നമ്മൾ ISC കാണും, അതായത് ITH കാണും എന്നർത്ഥം. ഇനി പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഫസ്റ്റ്, അതായത് ഇവിടെ നമുക്ക് RTH നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ VOCയും ISCയും വേണം കണ്ടുപിടിക്കാൻ. സോ ഫസ്റ്റ് VOC, അതായത് V ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ, അതായത് VXൻ്റെ ഇവിടെ ഓപ്പൺ ആണ്, അങ്ങനെ ആകുമ്പോൾ വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അപ്ലൈ KVL ഇൻ ഔട്ടർ ലൂപ്പ്. അപ്പോൾ എന്ത് വരും, 4 പ്ലസ് -2 × 10⁻³ ഇൻറ്റു -VX/4000. കാരണം എന്താണ്, ഇപ്പുറത്ത് ഓപ്പൺ ആയ കാരണം ഈ കറണ്ട് സോഴ്സിൽ നിന്നുള്ള കറണ്ട് റൈറ്റിലേക്ക് പോവില്ല, ഫുൾ ലെഫ്റ്റ് കൂടെ പോവുക. ലെഫ്റ്റ് കൂടെ പോകുന്ന ഡയറക്ഷൻ, നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയ കാരണമാണ് -VX/4000 -3 × 10⁻³ ഇൻറ്റു 0. കാരണം ഓപ്പൺ സർക്യൂട്ടിൽ കൂടെ കറണ്ട് പോവോ, ഇല്ല, ഇൻറ്റു 0 -VX ഈക്വൽ ടു 0. അപ്പോൾ എന്ത് വന്നു, 4 പ്ലസ് VX/2 -VX ഈക്വൽ ടു 0. സോ VX ഈക്വൽ ടു 8 വോൾട്ട്. അപ്പോൾ നമുക്ക് VOC ഈക്വൽ ടു 8 വോൾട്ട് എന്ന് കിട്ടി. അതാണ് നമ്മുടെ VTH. ഇനി നമ്മൾ ISC വെച്ചിട്ട്
കറണ്ട് കാണാൻ പോകണം, ITH കാണാൻ IN കാണാൻ പോകണം. സോ നമ്മൾ ഷോർട്ട് ചെയ്തു. ഷോർട്ട് ടൈം Vx = 0 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിലൂടെ KVL അപ്ലൈ ചെയ്യുമ്പോൾ ISC = 4/2 റെസിസ്റ്റേഴ്സും സീരീസാണ്. അപ്പോൾ 4/5 ചെയ്തപ്പോൾ 0.8 mA എന്ന് കിട്ടി. അപ്പോൾ RTH = VTH/ISC = 8/0.8 = 10 kilo ohm. അപ്പോൾ അതിൻ്റെ തെവെനിൻ ഇക്വാലൻറ്റ് എന്ത് വന്നു, 8 volt 10 kilo ohm എന്ന് വന്നു. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകണു, സോ നമ്മൾ തേർഡ് കേസാണ് കാണാൻ പോകുന്നത്. ഡിപ്പെൻഡൻറ്റ് പ്ലസ് ഡിപ്പെൻഡൻറ്റ് സോഴ്സസ്. അതായത് ഫുൾ ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് ആകുമ്പോൾ എന്ത് ചെയ്യണം, ഫുൾ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആകുമ്പോൾ നമ്മൾ ടെസ്റ്റ് സോഴ്സ് കണക്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ടെസ്റ്റ് സോഴ്സ് കണക്ട് ചെയ്യും. അതാണ് നമ്മുടെ 1 ആമ്പിയർ സോഴ്സ്. അപ്പോൾ എന്നിട്ട് അവിടുത്തെ ക്രോസ് വോൾട്ടേജ് കണ്ടുപിടിക്കുക, എന്നിട്ട് സോൾവ് ചെയ്യുക, ഇക്വേഷൻ സോൾവ് ചെയ്യുക. അപ്പോൾ വി അപ്ലൈ 1 ആമ്പിയർ സോഴ്സ് എക്സ്റ്റേണലി, measure the voltage VTEST that result and then set RTH = VTEST/1. Referring to figure 5.33b, we see that I = -1 ampere. I എന്നുള്ളത് ഈ കറണ്ട്, പക്ഷേ ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയ കാരണം -1 ampere. അപ്ലൈയിങ് നോഡൽ അനാലിസിസ്. ഈ നോഡൽ അനാലിസിസ് നടത്താൻ പോകുന്നത്. സോ VTEST -1.5 × I അല്ലേ, I എത്രയാണ്, -1 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 15 × -1/3 പ്ലസ് VTEST/2 = 1 കിട്ടി. അപ്പോൾ VTEST = 0.6 volt. അപ്പോൾ RTH എന്താണ്, VTEST/1 ആണ്. സോ RTH = 0.6 ആണ്. സോ നമ്മൾ ഇത്ര നേരം കണ്ടത് DC സോഴ്സസ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് AC സോഴ്സ് വെച്ചിട്ട് ചെയ്യാം. AC സോഴ്സസ് എന്ന് പറയുമ്പോൾ DCയുടെ അതേപോലെ ചെയ്യണം. പക്ഷെ ഒന്നുകൂടി നിങ്ങൾക്കൊന്ന് ചെയ്യാൻ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെയാണ് AC യിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ACയിലുള്ള തെവെനിൻ ഇക്വാലൻറ്റ് കാണാൻ പോകണം. ഡിറ്റർമൈൻ ദി തെവെനിൻ ഇക്വാലൻറ്റ് സീൻ ബൈ -J10 ohm impedance of figure 10.31a and use this to compute V1. അപ്പോൾ ഫിഗർ എ നോക്കുക, അതിലെന്താണ് ആ -J10 ohm എന്നുള്ളത് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാനാണ് അവർ പറയുന്നത്. എന്നിട്ട് V1 കണ്ടുപിടിക്കണം. അപ്പോൾ സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നോക്കി. അപ്പോൾ അതിലുള്ള 2 കറണ്ട് സോഴ്സും എന്താണ്, ഇൻഡിപെൻഡൻറ്റ് കറണ്ട് സോഴ്സസ് ആണ്. അപ്പോൾ നമുക്ക് RTH കാണാൻ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആ 2 കറണ്ട് സോഴ്സിനെ കില്ല് ചെയ്തു. 2 കറണ്ട് സോഴ്സിനെ കില്ല് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, 2 കറണ്ട് സോഴ്സിനെ കില്ല് ചെയ്തപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സർക്യൂട്ടായി. അപ്പോൾ 4 - 2j ohm 2 + j4 ohm എന്തായി, സീരീസായി. അപ്പോൾ 2ൻ്റെ ഇക്വാലൻറ്റ് പറയും, ഇക്വാലൻറ്റ് പറയുമ്പോൾ 2 കൂടി സം ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി, എന്ത് കിട്ടി, 6 + 2j എന്ന് കിട്ടി. ഇനി നമുക്ക് VOC അല്ലെങ്കിൽ VTH കാണാൻ എന്ത് ചെയ്യുക, അത് ഓപ്പൺ ചെയ്തു. അപ്പോൾ ആ റെസിസ്റ്റർ എടുത്ത് മാറ്റി അത് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ ഈ കറണ്ട് മൊത്തം ഇതിലൂടെയും ഈ കറണ്ട് മൊത്തം ഇതിലൂടെയും മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. കാരണം ഓപ്പൺ ചെയ്ത കാരണം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇനി പോവില്ല. അപ്പോൾ നമുക്കറിയാം ഈ റെസിസ്റ്റൻസിന് ക്രോസായ വോൾട്ടേജാണ് V1, ഈ ഇമ്പിഡൻസിന് ക്രോസായ വോൾട്ടേജാണ് V2. അപ്പോൾ VOC പറയുന്നത് V1 - V2 ആണ്. V1 എന്ന് പറയുന്നത് ഈ കറണ്ട് സോഴ്സ് I × EZ അല്ലെങ്കിൽ R, അതുപോലെ EI × EZ ആണ് V2. അത് തമ്മിൽ മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 6 - 3j വോൾട്ട് എന്ന് കിട്ടി. നമുക്കറിയാം ഫ്രം തെവെനിൻ ഇക്വാലൻറ്റ്, അതായത് 10j ohm അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസിലൂടെ പോണ കറണ്ട് എന്ന് പറയുന്നത് VOC ബൈ എന്താണ്, R ഇക്വാലൻ്റ് ആണ്. അതായത് 6 - 3j / 6 - 3j / 6 - RTH + RL എടുക്കണം വേണ്ടേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് 6 + 2j - 10j എടുത്തു. അപ്പോൾ 0.6 + 0.3j ആമ്പിയർ എന്ന് കിട്ടി. അത് ഇതാണ്, ഈ 10 ഓമിക്കൂടെ പോണ കറണ്ടാണ്. നമുക്ക് വേണ്ടത് V1ൻ്റെ വാല്യൂ ആണ്. അപ്പോൾ V1ൽ കൂടെ പോണ കറണ്ടിൻ്റെ വാല്യൂ കിട്ടണം. അത് കിട്ടിയാൽ അതേ ഇൻറ്റു ജസ്റ്റ് ആ ഇമ്പിഡൻസ് വാല്യൂ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ V1 എത്രയാണെന്ന് കിട്ടും. അപ്പോൾ എന്ത് ചെയ്തു, അപ്ലൈ നോഡൽ അനാലിസിസ് അറ്റ് V1ൽ നമ്മൾ നോഡൽ അനാലിസിസ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഒരു കറണ്ട് വരുന്നുണ്ട്, ഇവിടേക്കൂടെയും കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ 1 ∠0 = ഇങ്ങോട്ട് പോണ കറണ്ട് I1, ഇത് I12. I12ൻ്റെ വാല്യൂ കിട്ടി 0.6 + 0.3j എന്ന്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
അപ്പോൾ എന്താ I1 = 1 മൈനസ് I12. അപ്പോൾ നമുക്ക് ചെയ്തപ്പോൾ 0.4 മൈനസ് 0.3 J എന്ന് കിട്ടി. അപ്പോൾ V1 = I1 ഇൻറ്റു ദാറ്റ് 4 മൈനസ് J2 ഓം. അപ്പോൾ ഈ 0.4 മൈനസ് 3Jയും പിന്നെ നമ്മുടെ അത് കൂടെ ഉള്ള റെസിസ്റ്റൻസ് പറഞ്ഞ് 4 മൈനസ് 2J ആണല്ലോ. അത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 1 മൈനസ് 2J വോൾട്ട് എന്ന് കിട്ടി. സോ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറി മീൻ DC ഫസ്റ്റ് നോക്കാം. An independent voltage source in series with the resistance RS or an independent current source in parallel with resistance RS delivers maximum power to a load resistance RL such that RL = RS. അതായത് ഇങ്ങനൊരു തെവനിയൻ സർക്യൂട്ടോ അല്ലെങ്കിൽ നോർട്ടൺ സർക്യൂട്ടോ ഉണ്ടെങ്കിൽ ഇതിൽ ലോഡ് റെസിസ്റ്റൻസും RTHും അവർ രണ്ടാളും ഈക്വൽ ആണെന്നുണ്ടെങ്കിലാണ് മാക്സിമം പവർ എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ഒരു പ്രൂഫ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ പവർ PL, അതായത് ലോഡ് റെസിസ്റ്റൻസിലത്തെ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? I² L × RL. I² L എന്താണ്? VS² / RS + RL², അതേ × RL. To find the value of RL that absorbs maximum power from the given practical sources, we differentiate with respect to RL. നമ്മളിതിനെ എന്ത് ചെയ്തു? ഈ ഇപ്പോൾ കിട്ടിയ ഇക്വേഷന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് =0 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഡെറിവേറ്റീവ് 0 ആണെന്നുണ്ടെങ്കിൽ മാക്സിമം എന്നർത്ഥം. സോ നമുക്ക് എന്ത് കിട്ടും? 2RL × RS + RL = RS + RL². അത് രണ്ടും ക്യാൻസൽ ചെയ്ത് അപ്പോൾ 2RL = RS + RL, therefore RS = RL. അതാണ് ഹെൻസ് ദ പ്രൂഫ്. Therefore, Pmax delivered to load = VS² / 4RS, which is equal to V²TH / 4RTH. ഇനി മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഫോർ ദി സൈനുസോയിഡൽ സ്റ്റഡി സ്റ്റേറ്റ്, അതായത് AC. An independent voltage source in series with an impedance ZTH or an independent current source in parallel with the impedance ZTH delivers a maximum average power to that load impedance ZL, which is conjugate of ZTH, or ZL = ZTH. അതായത് സെയിം കണ്ടീഷൻ തന്നെ, പക്ഷേ റെസിസ്റ്റൻസുകളൊക്കെ സൈനുസോയിഡിലാകുമ്പോൾ ഇമ്പിഡൻസായി മാറും. സോ എന്താവണം? ലോഡും തെവനിനും ഈക്വൽ ആവണം. ലോഡ് ഇമ്പിഡൻസും തെവനിൻ ഇമ്പിഡൻസും ഈക്വൽ ആവണം. അത്രേ ഉള്ളൂ. സോ നമ്മുടെ ലാസ്റ്റ് തിയറമാണ് റെസിപ്രോസിറ്റി തിയറം. The reciprocity theorem states that the current at one point in a circuit due to a voltage at a second point is the same as the current at the first point due to the same voltage at the second. The reciprocity theorem is valid for almost all passive networks. So, എന്താ പറയണേ? Look at the figure A and B. അപ്പോൾ A എന്നുള്ള ഫിഗറിൽ AB എന്നുള്ള ബ്രാഞ്ചിൽ നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അതിനനുസരിച്ച് CD എന്നുള്ള ബ്രാഞ്ചിൽ ഒരു കറണ്ട് I പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. അത് ABയിലുള്ള വോൾട്ടേജ് കാരണം CD എന്നുള്ള ബ്രാഞ്ചിൽ കൂടെ പോണ കറണ്ടാണ് I. അപ്പോൾ നമ്മൾ ഈ ABയിലുള്ള വോൾട്ടേജിനെ എടുത്തിട്ട് CDയിൽ കൊണ്ടുപോയി വെച്ചു. ആ വോൾട്ടേജ് സോഴ്സിന് CDയിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ABയിൽ കൂടെ പോണ കറണ്ട് I ആയിരിക്കും. അതായത് വോൾട്ടേജ് ഷിഫ്റ്റായ ഏത് ബ്രാഞ്ചിലേക്കാണോ ഷിഫ്റ്റ് ആവണേ ആ ബ്രാഞ്ചിലത്തെ കറണ്ട് ഓപ്പോസിറ്റ് ബ്രാഞ്ചിലേക്ക് ഷിഫ്റ്റ് ആവും. അതായത് വോൾട്ടേജ് ABയിൽ നിന്ന് CDയിലേക്ക് കൊണ്ടുപോയപ്പോൾ I CDയിൽ നിന്ന് ABയിലേക്ക് മാറി എന്നാണ്. So, thank you.